ഓം ശാന്തി. അവ്യക്ത മുരളി ബാബ ഉച്ചരിച്ച തീയതി 15/11/1989. റിവിഷനായത് 31/10/2021. മുരളിയിലെ ബാബ ഉദ്ദേശിച്ചത്, ബാബ പറയുന്നത്, സച്ചേ ദിൽ പർ സാഹബ് രാജി, സത്യമായ മനസ്സുള്ളവരിൽ സാഹബ് ഭഗവാൻ തൃപ്തനാണ്. ആജ് വിശ്വ की സർവ ആത്മാओं के ഉപകാരി ബാപ് ദാദാ, ഇന്ന് വിശ്വത്തിലെ സർവ ആത്മാക്കളുടെയും ഉപകാരിയായ ബാപ് ദാദാ अपने श्रेष्ठ पर उपकारी बच्चों को देख रहे हैं. തന്റെ ശ്രേഷ്ഠമായ പരോപകാരി മക്കളെ കാണുകയായിരുന്നു. वर्तमान समय अनेक आत्माएं उपकार के लिए इच्छुक हैं. വർത്തമാനകാലത്ത് അനേക ആത്മാക്കൾ ഉപകാരത്തിന് വേണ്ടി താൽപര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉപകാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സ്വ ഉപകാർ കർണേക്ക് ഇച്ഛ ഹേ, സ്വയത്തിന് നന്മ ചെയ്യണം എന്ന ഇച്ഛയുണ്ട്. എനിക്ക് ആരെങ്കിലും നല്ല വഴി പറഞ്ഞു തന്നാൽ ഞാൻ അതിലൂടെ ചലിക്കാം, എനിക്ക് നല്ല മാർഗം കാണിക്കണം എന്ന്. ലേക്കിൻ ഹിമ്മത്ത് ഓർ ശക്തി നഹി ഹെ, പക്ഷേ ആ പാതയിലൂടെ ചലിക്കാനുള്ള ധൈര്യമോ ശക്തിയോ അവർക്കില്ല. ऐसे निर्बल ആത്മാവോं का उपकार करने वाले आप, അങ്ങനെയുള്ള ആത്മാക്കൾക്ക് ഉപകാരം ചെയ്യുന്ന നിങ്ങൾ, പരോപകാരി ബച്ചേ നിമിത്ത ഹോ, പരോപകാരിയായ മക്കൾ നിങ്ങളാണ്. അങ്ങനെയുള്ള ആത്മാക്കൾക്ക് ആഗ്രഹമുണ്ട് നല്ല വഴി കൂടെ നടക്കണമെന്ന്, പക്ഷെ ധൈര്യം ഇല്ല, ശക്തിയില്ല. അങ്ങനെയുള്ള ആത്മാക്കൾക്ക് ധൈര്യവും ശക്തിയും കൊടുക്കുന്ന പരോപകാരി ആത്മാക്കൾ നിങ്ങളാണ് നിമിത്തമായിരിക്കുന്നത്. आप परोपकारी बच्चों को ആത്മാവോं को पुकार सुनाई देती है. ഇങ്ങനെ പരോപകാരിയായ മക്കളെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഈ ശബ്ദം അവർക്ക് നന്നാവണം, ആരെങ്കിലും നല്ല മാർഗം കാണിക്കുമോ എന്ന ഉൾവിളിയുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? വാ സ്വ ഉപകാർ മേ ഹി ബിസി ഹോ, അതോ സ്വ ഉപകാരത്തിലാണോ ബിസി? विश्व के राज्य अधिकारी सिर्फ स्व उपकारी नहीं बनते हैं. വിശ്വത്തിന്റെ അധികാരികൾ സ്വ ഉപകാരികളല്ല ആകുക. വിശ്വത്തിന്റെ അധികാരികൾ पर उपकारी आत्मा ही राज्य अधिकारी बन सकती है. പരോപകാരിയായ ആത്മാക്കളാണ് രാജ്യ അധികാരിയാകുക. കാരണം രാജാവ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതാണ്. അപ്പൊ ആ നന്മ ചെയ്യുന്ന സംസ്കാരം ഉണ്ടാകണ്ടേ, അവരല്ലേ രാജാവാകുക. ഉപകാർ സച്ചേ ദിൽ സെ ഹോത്തെ ഹെ, ഉപകാരം സത്യമായ മനസ്സിൽ നിന്നാണ് ഉണ്ടാകുക. ജ്ഞാൻ സുനാന സിവായ ദിൽ കെ മുഖ് സെ ഭി ഹോ സക്താ ഹെ, ജ്ഞാനം കേൾപ്പിക്കുക വാഗൊണ്ടും നമുക്ക് സാധിക്കും. മനസ്സിന്റെ ആ ഒരു മനസ്സും കൂടി അവിടെ ഏർപ്പെടുത്തണം എന്നല്ല, വാഗൊണ്ട് ജ്ഞാനം കേൾപ്പിക്കാൻ പറ്റുമല്ലോ. ജ്ഞാൻ സുനാന യഹ വിശാൽ ദിമാഗ് കി ബാത് ഹെ, ജ്ഞാനം കേൾപ്പിക്കുക ഇത് വിശാലമായ ബുദ്ധിയുടെ കാര്യമാണ്. വർണ്ണൻ കി അഭ്യാസ് കി ബാത് ഹെ, അല്ലെങ്കിൽ വർണ്ണിക്കുന്ന അഭ്യാസം ഉണ്ടെങ്കിലും മതി, ജ്ഞാനം കേൾപ്പിക്കാൻ സാധിക്കും. तो दिल और दिमाग दोनों में अंदर है. दिल ദിമാഗ്, മനസ്സ് ബുദ്ധി, ഇവ രണ്ടിനും മഹാനമായ അന്തരം ഉണ്ട്. कोई भी किसी से स्नेह चाहते हैं तो वह दिल का स्नेह चाहते हैं. ആർക്കെങ്കിലും ആരിൽ നിന്നെങ്കിലും സ്നേഹം ആഗ്രഹിക്കുന്നു എങ്കിൽ മനസ്സുകൊണ്ടുള്ള സ്നേഹമാണ് ആഗ്രഹിക്കുന്നത്. ബാപ് ദാദാ കാ ടൈറ്റിൽ ദിൽ വാലാ ഹേ ദിലാ രാം ഹേ. ബാപ് ദാദയുടെ ടൈറ്റിലും എന്താണ്? ദിൽ വാല ദിലാരാമൻ എന്നാണ്. ദിമാഗ് ദിൽ സെ സ്ഥൂല ഹേ ദിൽ സൂക്ഷ്മ ഹേ. ബുദ്ധി എന്ന് പറയുന്നത് മനസ്സിൽ നിന്നും സൂക്ഷ്മമാണ്. ദിൽ മനസ്സിൽ നിന്നും സൂക്ഷ്മമാണ് ആ ദിൽ എന്ന് പറയുന്നത്. ദിമാഗ് എന്ന് പറയുന്നത് എന്താണ്? സ്ഥൂലം. ബുദ്ധി തലച്ചോറ് സ്ഥൂലം, മനസ്സ് സൂക്ഷ്മം. ബോൽചാൽ മേ ബി സദൈവ യഹ കഹത്തെ സച്ചി ദിൽ സേ കഹത്തെ ഹെ. സംസാരിക്കുമ്പോഴും പറയും സത്യമായ മനസ്സോടുകൂടിയാണ് ഞാൻ പറയുന്നത് എന്ന്. സച്ചി ദിൽ സേ ബാപ് കോ യാദ് കറോ, പറയുന്നത് എന്താണ്? സത്യമായ മനസ്സോടുകൂടി ബാബയെ ഓർമ്മിക്കൂ എന്നാണ്. യഹ നഹി കഹത്തെ സച്ചെ ദിമാഗ് സേ യാദ് കറോ, സത്യമായ ബുദ്ധി കൊണ്ട് ഓർമ്മിക്കൂ എന്ന് പറയാറില്ലല്ലോ.
कहा भी जाता है सच्चे दिल पर साहेब राजी പറയപ്പെടുന്നു സത്യമായ മനസ്സുള്ളവരിൽ ഭഗവാൻ തൃപ്തനാണ് എന്ന്. വിശാൽ ദിമാഗ് पर राजी नहीं कहा जाता. വിശാലമായ ബുദ്ധിയുള്ളവരിലല്ല ഭഗവാൻ തൃപ്തി എന്ന്. വിശാൽ ദിമാഗ് है विशेषता जरूर है. വിശാലമായ ബുദ്ധി ഇതൊരു വിശേഷത തന്നെയാണ്. इस विशेषता से ज्ञान की पॉइंट को अच्छी तरह धारण कर सकते हैं. ഈ വിശേഷതയിലൂടെ ജ്ഞാനത്തിന്റെ പോയിന്റ് നല്ലപോലെ ധാരണ ചെയ്യാൻ സാധിക്കും. लेकिन दिल से याद करने वाले पॉइंट अर्थात बिंदु रूप बन सकते हैं. പക്ഷേ മനസ്സുകൊണ്ട് ഓർമ്മിക്കുന്നവരെ ബിന്ദു സ്വരൂപമാകാൻ സാധിക്കും. वह पॉइंट रिपीट कर सकते हैं लेकिन बिंदु रूप बनने में सेकंड नंबर में होंगे. വിശാല ബുദ്ധിയുള്ള ഒരു പോയിന്റുകൾ നല്ലപോലെ റിപ്പീറ്റ് ചെയ്യും. പക്ഷേ ബിന്ദു സ്വരൂപമാകുന്നതിൽ അവർ പുറകോട്ടായിരിക്കും, നമ്പർ സെക്കൻഡ് ആയിരിക്കും. കബി സഹജ് കബി മെഹനസെ ബിന്ദു രൂപേ സ്ഥിതി ഹോ സക്കേംഗെ. വിശാല ബുദ്ധിയുള്ളവര് ചിലപ്പോ പ്രയാസപ്പെട്ടിട്ടായിരിക്കും ബിന്ദു സ്വരൂപത്തിലിരിക്കുക, ചിലപ്പോഴോ എളുപ്പമായിരിക്കും ബിന്ദു സ്വരൂപത്തിലിരിക്കാൻ. ലേക്കിൻ സച്ചി ദിൽ വാലെ സെക്കൻഡ് മേ ബിന്ദു ബൻ ബിന്ദു സ്വരൂപ് ബാപ് കോ യാദ് കർ സക്തേ ഹേ. പക്ഷേ സത്യമായ മനസ്സുള്ളവർ സെക്കൻഡിൽ ബിന്ദുവായി ബിന്ദു സ്വരൂപനായ ബാബയെ ഓർമ്മിക്കാൻ സാധിക്കും. സ്വയം പരിശോധിക്കുക പറ്റുന്നുണ്ടോ എന്ന്. സത്യസന്ധമായിട്ട് ബാബ പറഞ്ഞില്ലേ, സത്യമായ മനസ്സോടുകൂടി ചെക്ക് ചെയ്യണം. എനിക്ക് പെട്ടെന്ന് സെക്കൻഡിൽ ബിന്ദു സ്വരൂപമാകാൻ സാധിക്കുന്നുണ്ടോ എന്ന്. സച്ചി ദിൽവാലെ സച്ചേ രാഹബ് കോ രാജി കർണേ കെ കാരൻ സത്യമായ മനസ്സുള്ളവർ സത്യമായ ഹൃദയത്തോടുകൂടി ബാബയെ തൃപ്തിപ്പെടുത്തുന്നത് കാരണം ബാക്കി വിശേഷ ദുവാവോക്കെ പ്രാപ്തിക്ക് കാരൻ ബാബയിൽ നിന്നും വിശേഷമായ അനുഗ്രഹങ്ങൾ കിട്ടുന്നത് കാരണം സ്ഥൂൽ रूप में चाहे दिमाग कईयों के अंदर में इतना विशाल ना भी हो. സ്ഥൂലത്തിൽ അവരുടെ മനസ്സല്ല, അവരുടെ ബുദ്ധി വിശാലമല്ല പലരിലും. എങ്കിലും സച്ചായി की शक्ति से समय प्रमाण उनका दिमाग യോഗയുക്ത സത്യത ഉള്ളത് കാരണം സമയാസമയം അവരുടെ ബുദ്ധി യോഗയുക്ത യഥാർത്ഥ കാര്യ സ്വതഃ ഹി കരേക. അവർക്ക് യുക്തിയുക്തരായി യഥാർത്ഥ കാര്യം സ്വതവേ ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? അവർക്ക് സത്യമായ മനസ്സുള്ളത് കൊണ്ട്. യുക്തിയുക്തമായിട്ട് യഥാർത്ഥ കാര്യം സ്വതവേ അവരിലൂടെ നടക്കും. क्योंकि जो यथार्थ कर्म बोल व संकल्प है, यथार्थമായ വാക്ക്, യഥാർത്ഥമായ കർമ്മം, യഥാർത്ഥമായ സങ്കല്പം, दुआओं के कारण ड्रामा अनुसार समय प्रमाण वही टचिंग അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഡ്രാമ അനുസരിച്ച് സമയാസമയം അവർക്ക് ടച്ചിങ്സ് കിട്ടും. ഉൻകെ ദിമാഗ് മേ ആയേഗി, അവർക്ക് ടച്ചിങ്സ് കിട്ടും, യഥാർത്ഥ ടച്ചിങ്സ് ബാബയിൽ നിന്ന്. क्योंकि बुद्धिवानों की बुद्धि बाप को राजी किया हुआ है. കാരണം അവരെ ബുദ്ധിമാനായ ബാബയെ അവരെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് जिसने भगवान को राजी किया वह स्वतः ही राजयुक्त युक्तियुक्त होता है. ആരാണോ ഭഗവാനെ തൃപ്തിപ്പെടുത്തത് അവര് എന്തായിരിക്കും? അവര് രഹസ്യയുക്തരും യുക്തിയുക്തരുമായിരിക്കും. तो यह चह करो कि विशाल दिमाग के कारण याद और सेवा में आगे बढ़ रहा हो. അതുകൊണ്ട് പരിശോധിക്കൂ, ഓർമ്മ, സേവ ഇവയിൽ മുന്നോട്ട് പോകുകയാണോ? മേ വിശാൽ ദിമാഗ് കെ കാരൻ വിശാലമായ ബുദ്ധിയിലൂടെ ഓർമ്മ സേവനത്തിൽ മുന്നോട്ട് പോകുകയാണോ? സച്ചി ദിൽ और യഥാർത്ഥ ദിമാഗ് സെ ആകെ बढ़ रहा हो. സത്യമായ ഹൃദയത്തോടുകൂടി യഥാർത്ഥമായ ബുദ്ധിയോടുകൂടിയാണോ മുന്നോട്ട് പോകുന്നത്? വിശാല ബുദ്ധിയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സത്യമായ ഹൃദയത്തോടു കൂടിയാണോ മുന്നോട്ട് പോകുന്നത് എന്ന് ചെക്ക് ചെയ്യുക. पहले भी सुनाया था कि दिमाग से सेवा करने वालों का तीर औरों को भी दिमाग तक लगता है. നേരത്തെയും ബാബ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധി കൊണ്ട് സേവനം ചെയ്യുന്നവരുടെ ആ സേവനം മറ്റുള്ളവരുടെ ബുദ്ധി വരെ എത്തിക്കും. ദിൽ വാലോं का तीर दिल तक लगता है. മനസ്സുകൊണ്ട് സേവ ചെയ്യുന്നവരുടെ ആ സേവനം മനസ്സിലായിരിക്കും പോയി തട്ടുക. जैसे स्थापना की सेवा की आदि में देखा, സ്ഥാപനയുടെ ആരംഭത്തിൽ സേവനത്തിൽ കണ്ടല്ലോ. പെഹല ഗ്രൂപ്പ് സേവാക്ക, ആദ്യത്തെ ഗ്രൂപ്പ് സേവനത്തിന് ഇറങ്ങിയപ്പോഴേ
ഉനോക്കി വിശേഷത ക്യാ രഹി, അവരുടെ വിശേഷത എന്തായിരുന്നു? കൈ ഭാഷ വ ഭാഷൻ കി വിശേഷത നഹീത്തെ, ഭാഷയുടെയോ പ്രഭാഷണത്തിന്റെയോ വിശേഷതയല്ല അവരിൽ ഉണ്ടായിരുന്നത്. ജैसे ആജ്കൽ ബഹുത് അച്ഛെ ഭാഷൻ കർത്തെ, ഇപ്പോഴൊക്കെ നല്ലപോലെ പ്രഭാഷണം ചെയ്യുന്നവരുണ്ട്, ബാബയുടെ മക്കള് തന്നെ. കഹാനിയ ഓർ കിസ്സെ ബി ബഹുത് അച്ഛെ സുനാത്തെ, കഥകള് ഉദാഹരണങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ऐसे पहले पूर्व वालों की ഭാഷ नहीं थी, ആദ്യമാദ്യം സേവനത്തിനിറങ്ങിയ ഗ്രൂപ്പിന് ഇതൊന്നും അറിയില്ലായിരുന്നു. ലേക്കിൻ ക്യാ താ, പക്ഷെ അവരടുത്ത് ഉണ്ടായിരുന്നത് എന്താണെന്നറിയാമോ? സച്ചേ ദിൽ കാ ആവാജ് താ, സത്യമായ മനസ്സുണ്ടായിരുന്നു അവർക്ക്. ആ സത്യമായ മനസ്സിൽ നിന്നുമാണ് വാക്കുകൾ വന്നത്. ഇസിലിയെ ദിൽ കാ ആവാസ് അനേകോं को दिलाराम का बनाने का निमित्त बना, മനസ്സിൽ നിന്നും വരുന്ന വാക്കുകളായതുകൊണ്ട് അനേകരെ ദിലാരാമന്റേതാക്കി മാറ്റി. ഭാഷ മിക്സർ തീ, ഭാഷയെല്ലാം മിക്സ് ആയിരുന്നു. ലേക്കിൻ നയനോ കി ഭാഷ റുഹാനി തീ, പക്ഷെ അവരുടെ കണ്ണിലെ ഭാഷ ആത്മീയതയായിരുന്നു. ഇസിലിയെ ഭാഷ ബൽ കേസെ ഭി തീ, അതുകൊണ്ട് അവരുടെ ഭാഷ ഇംഗ്ലീഷ് അറിയില്ല, അത്രയ്ക്ക് ഹിന്ദി അറിയില്ല. ആദ്യത്തെ ഗ്രൂപ്പ് സിന്ധി. അവരുടെ ഭാഷ എങ്ങനെയാ ആയിക്കോട്ടെ, ലേക്കിൻ കാണ്ടോ സെ ഫൂൾ തോ ബൻ ഹി ഗയേ, പക്ഷെ മുള്ളിൽ നിന്നും പുഷ്പങ്ങളാകുക തന്നെ ചെയ്തു സേവനം ചെയ്തവരെല്ലാം. വഹ പെഹലെ പൂർ കി സേവ കി സഫലത, അതുകൊണ്ട് ആദ്യത്തെ ഗ്രൂപ്പുകള് സേവനത്തിറങ്ങിയല്ലോ, അതിന്റെ സഫലത. ഓർ വർത്തമാൻ സമയക്ക് ബുദ്ധി ദോനോ കോ ചെക്ക് കറോ, ഇപ്പോഴുള്ള വൃദ്ധി, ഇപ്പൊ സേവനം ചെയ്ത് അഭിവൃദ്ധി ആയല്ലോ, അതും കൂടി നിങ്ങളെ പരിശോധിക്കൂ. തോ അന്തർ ദിഖായി ദേത്താ ഹെ നാ, അപ്പൊ അന്തരം കാണുന്നുണ്ടല്ലോ അല്ലെ. ആദ്യാദ്യം വന്നവർക്ക് ഇപ്പൊ വന്നവർക്കും കണ്ടില്ലേ വ്യത്യാസം. ബാത് മെജോറിറ്റി കി ഹോത്തി ഹെ, മെജോറിറ്റിയുടെ കാര്യമാണ് ബാബ പറയുന്നത്. ദൂസരെ തീസരെ ഗ്രൂപ്പ് മേ ബി കൈ കൈ ദിൽ വാലെ ഹെ, സെക്കൻഡ് ഗ്രൂപ്പിലെ തേർഡ് ഗ്രൂപ്പിലൊക്കെ മനസ്സുള്ളവരുണ്ട്. ലേക്കിൻ മൈനോറിറ്റി ഹെ, പക്ഷെ മൈനോറിറ്റിയേ ഉള്ളൂ. ആദ്യക്ക് പെഹലി അബ് തക് ചൽ രഹി ഹെ, ആദ്യത്തെ ഗ്രൂപ്പ് ഇതുവരെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. കോൺസി പെഹലി, ആദ്യത്തെ ചോദ്യം, ആദ്യത്തെ ആ ഒരു ചോദ്യം ഇന്ന് വരെ ആ ചോദ്യം നടക്കുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം നമ്മുടെ എന്തായിരുന്നു? മേ കോൺ, ഞാൻ ആരാണ് എന്ന്. അബി ബി ബാപ് ദാദാ കഹത്തെ ആപ്നെ അപ്നെ ആപ്സെ പൂച്ചോ മേ കോൺ, ഇപ്പോഴും ബാപ് ദാദാ പറയുന്നുണ്ട്, ഓരോരുത്തരും സ്വയത്തോട് സ്വയം ചോദിക്കൂ, ഞാൻ ആരാണ്. പെഹലി ഹൽ കർണ ആത്താ ഹേ നാ, ആദ്യത്തെ ഈ ചോദ്യത്തിന് മറുപടി കിട്ടുന്നുണ്ടല്ലോ, പരിഹാരം കിട്ടുന്നുണ്ടല്ലോ. വാ ദൂസരെ ബത്താവേ തബ് ഹൽ കർ സക്തേ, മറ്റുള്ളവർ പറഞ്ഞാലേ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ പരിഹാരമുള്ളൂ എന്നാണോ? ദൂസറ ബത്തായേഗ तो भी उसकी बात को चलाने की कोशिश करेंगे, ऐसे नहीं ही वैसे हैं. അഥവാ മറ്റുള്ളവർ പറയുകയാണെങ്കിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും, അങ്ങനെയല്ല ഇങ്ങനെയാണ്. ഇസിലിയെ അപ്നെ ആപ് കോ ഹി ദേഖോ, അതുകൊണ്ട് സ്വയത്തെ സ്വയം നോക്കൂ. കൈ ബച്ചെ അപ്നെ ആപ് കോ ചെക്ക് കർത്തേ ഹേ, പല കുട്ടികളും സ്വയത്തെ സ്വയം ചെക്ക് ചെയ്യുന്നുണ്ട്. ലേക്കിൻ ദേഖ്നെ കി നജർ ദോ പ്രകാർ കി ഹേ, പക്ഷെ ചെക്ക് ചെയ്യുമ്പം രണ്ട് രീതിയിലാണ് അവരുടെ ചെക്കിങ്. ഉസ്മേ ബി കൈ സിർഫ് വിശാൽ ദിമാഗ് കി നജർ സെ ചെക്ക് കർത്തേ ഹേ, ചിലര് വിശാല ബുദ്ധിയോടുകൂടി സ്വയത്തെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഉൻക അൽബേലേപ്പൻ ക ചഷ്മ ഹോത്തെ ഹെ, അവരെ ധരിച്ചിരിക്കുന്ന കണ്ണട അലസത എന്ന കണ്ണട ധരിച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഹർ ബാത് മേ യഹി ദിക്കായി ദേഗാ കി ജിത്നാ ഭി കിയാ ത്യാഗ് കിയാ സേവാ കി പരിവർത്തൻ കിയാ, ഓരോ കാര്യത്തിലും ഇതാണ് കാണുക. അവര് എന്താ കാണുക? ഞാൻ ഇത്ര ത്യാഗം ചെയ്തു, ഇത്ര ചെയ്തു, ഇത്ര സേവനം ചെയ്തു, ഇത്ര പരിവർത്തനം ചെയ്തു. ഇത്നാഹി ബഹുത്ത്, ഇത്രയൊക്കെ ചെയ്തല്ലോ മതി. അതായത് അവര് ത്യാഗം ചെയ്തത് മാത്രമേ അവരുടെ കണ്ണിന്റെ മുന്നിൽ കാണുന്നുള്ളൂ, അതേ അവര് പറയുള്ളൂ. ഞാൻ നേരത്തെ ഒക്കെ ഒരുപാട് സേവനം ചെയ്തിരുന്നു അല്ലെ. ഇനി പലരും ഇങ്ങനെയും പറയും, ഞാൻ വിവാഹിതനാകുന്നതിന് മുൻപ് ഞാൻ എത്ര സേവ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴല്ലേ എനിക്ക് ചെയ്യാൻ പറ്റാത്തത്. അവര് ചെയ്തത് മാത്രമേ അവരെടുത്ത് പറയുന്നുള്ളൂ. ഇൻ ആത്മാവനെ മേ ബഹു ഇൻ ആത്മാവൻ സെ മേ ബഹുത് അച്ചി ഹോ, ഇവരെയൊക്കെ അപേക്ഷിച്ച് നോക്കിയാ ഞാൻ വളരെ നല്ലതാണ്. ഇത്തനാ കർണ ബി കോയി സഹജ് നെഹി, ഇത്രയൊക്കെ ചെയ്തല്ലോ, ഇതൊന്നും എളുപ്പമുള്ള കാര്യമല്ല, ഞാൻ ഇത്രയൊക്കെ ചെയ്തല്ലോ. തോടി ബഹുത് കമി തോ നാമിഗ്രാമിയോ മേ ബി ഹേ, കുറച്ചൊക്കെ കുറവുകള് പ്രശസ്തമായവരിലും ഉണ്ട്. അവരിലും ഉണ്ടല്ലോ ഈ പോരായ്മ, ഇവരിലും ഉണ്ടല്ലോ പോരായ്മ, ഇന്ന കുറവുകൾ മറ്റുള്ളവരിലൊക്കെ ഉണ്ടല്ലോ.
ഇസ് ഹിസാബ് മേട്ടി അതൊക്കെ വെച്ച് നോക്കിയാ ഞാൻ എത്രയോ ഭേദവ, ഞാൻ നല്ലതാന്ന് പറയും. ഏഹേ അൽബേലായിക്ക ചഷ്മ, ഇതാണ് അലസതയുടെ കണ്ണട ധരിച്ചിട്ട് സ്വയത്തെ സ്വയം പരിശോധിക്കുന്നത്. ദൂസറ ഹേ, അടുത്തത് സ്വ ഉന്നതിക യഥാർത്ഥ ചഷ്മ, സ്വ ഉന്നതിയുടെ യഥാർത്ഥ കണ്ണട. വഹേ സച്ചി ദിൽ വാലോങ്ക, അത് സത്യമായ മനസ്സുള്ളവരുടേതാണ്. വഹ് ക്യാ ദേഖ്തേ ഹൈ, അവരെന്താണെന്നറിയോ കാണുന്നത്? ജോ ദിൽവാല ബാപ്കോ സദാ പസന്ത് ഹേ, ദിൽവാല ആയ ബാബയ്ക്ക് എന്താണോ ഇഷ്ടം, വഹി സങ്കൽപ് ഓർ ഘറം കർണ ഹേ, അത് വേണം സങ്കൽപ്പിക്കാൻ, അത് വേണം ചെയ്യാൻ. യഥാർത്ഥ ചഷ്മേ വാലെ സിർഫ് ബാപ് ഓർ ആപ്കോ ദേഖ്തേ ഹേ, യഥാർത്ഥമായ കണ്ണട ധരിച്ചവര് സ്വയത്തെ നോക്കും, ബാബയെ നോക്കും. दूसरा व तीसरा क्या करता वह नहीं देखता, രണ്ടാമത്താൾ എന്ത് ചെയ്യുന്നു, മൂന്നാമത്താൾ എന്ത് ചെയ്യുന്നു, അതല്ല അവര് കാണുക. മുझे ही बदलना है इसी धुन में सदा रहते हैं, ഞാൻ വേണം പരിവർത്തനപ്പെടാൻ എന്ന ഒരു താല്പര്യത്തിലായിരിക്കും അവർ ഇരിക്കുക. ऐसे नहीं दूसरा भी बदले तो मैं बदलूं, അവര് മാറട്ടെ എന്നാ ഞാൻ മാറും എന്ന് അല്ല. 80% മേ ബദലോ 20% വഹ ബദലെ, 80% ഞാൻ മാറട്ടെ, 20% അവര് മാറട്ടെ. ഇതനെ തക് ഭി വഹ നഹി ദേഖേംഗെ, അത്ര പോലെ അവര് നോക്കില്ല. മുझे बदलकर औरों को सहज करने के लिए एग्जाम्पल बनना है, ഞാൻ പരിവർത്തനപ്പെട്ട് മറ്റുള്ളവരെ പരിവർത്തനപ്പെടുത്താൻ ഞാൻ മാതൃകയാകണം. ഇസിലിയെ കഹാവത്ത് ഹേ ജോ ഓട്ടേസോ അർജുൻ, അതുകൊണ്ടാണ് പറയപ്പെടുന്നത് ആദ്യം ചെയ്യുന്നവർ അർജുനൻ എന്ന്. അർജുൻ അർത്ഥാത് അലൗകിക ജൻ, അർജുനൻ അർത്ഥം അലൗകിക ജനം എന്നാണ്. ഇസ്കോ കഹാ ജാത്ത ഹെ യഥാർത്ഥ ചഷ്മ, യഥാർത്ഥ ദൃഷ്ടി, ഇതിനെയാണ് പറയുക യഥാർത്ഥ കണ്ണട അല്ലെങ്കിൽ യഥാർത്ഥ ദൃഷ്ടി എന്ന്. वैसे भी दुनिया में मानव जीवन के लिए मुख्य दो बातें हैं, दिल और दिमाग. മാനവ ജീവിതത്തില് മുഖ്യമായ രണ്ട് കാര്യമുണ്ട്, മനസ്സ്, ബുദ്ധി എന്നത്. ദോനോ ठीक होना चाहिए, ഇത് രണ്ടും ശരിയായിരിക്കണം. ऐसे ब्राह्मण जीवन में भी विशाल दिमाग भी चाहिए, ബ്രാഹ്മണ ജീവിതത്തിലും വിശാല ബുദ്ധി വേണം. സച്ചി ദിൽ भी चाहिए, സത്യമായ മനസ്സും വേണം. സച്ചി ദിൽ വാലോं को दिमाग की लिफ्ट मिल जाती है, സത്യമായ മനസ്സുള്ളവർക്ക് ബുദ്ധി, ദിവ്യ ബുദ്ധിയുടെ ലിഫ്റ്റ് ലഭിക്കുകയാണ്. ഇസിലെ സദാ യഹ് ചെക്ക് കറോ സച്ചി ദിൽ സെ സാഹിബ് കോ രാജി കിയാ ഹെ, അതുകൊണ്ട് പരിശോധിക്കൂ സത്യമായ മനസ്സോടുകൂടി ഞാൻ ബാബയെ തൃപ്തിപ്പെടുത്തിയോ. സിർഫ് അപ്നെ മൻ കോ യാ സിർഫ് കുച്ച് ആത്മാവും तो രാജി नहीं किया, എന്റെ മനസ്സിനെ ഞാൻ തൃപ്തിപ്പെടുത്തി, അതോ കുറച്ച് ചില ആത്മാക്കളെ ഞാൻ തൃപ്തിപ്പെടുത്തി, അങ്ങനെയാണോ? അതോ ബാബയെ ഞാൻ തൃപ്തിപ്പെടുത്തി? ചോദിച്ചു നോക്കാം, അവരോട് ചോദിച്ചു നോക്കി, ഇവരോട് ചോദിച്ചു. അപ്പൊ ആരെയാ നമ്മളെ മുന്നിൽ മാതൃകയായിട്ട് വെച്ചത്? എനിക്ക് ബാബ് സമാനാകണോ അതോ അവരെ സമാനാകണോ? ഞാൻ ആരെ പോലെയാ ഞാൻ ആകേണ്ടത്? അതുകൊണ്ട് ചെക്ക് ചെയ്യൂ. ബാബ പറയാണ് മറ്റുള്ള കുറച്ച് ചില ആത്മാക്കളെ തൃപ്തിപ്പെടുത്തി, അതോ എന്റെ മനസ്സിനെ ഞാൻ തൃപ്തിപ്പെടുത്തിയോ? എന്താണ്? സച്ചേ സാഹേബ് കാ രാജി ഹോന, സത്യമായ സാഹേബ് അതായത് ബാബ തൃപ്തിയാകണം. ഇൻകി ബഹൂത് നിശാനിയാ ഹേ, അങ്ങനെ ബാബയെ തൃപ്തിപ്പെടുത്തിയവർക്ക് ഒരുപാട് അടയാളങ്ങളുണ്ട്. ഇസ് പർ മനൻ കറു റുഹാൻ കർണ, അതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ ചിന്തിക്കേ, എന്നിട്ട് നിങ്ങൾ തമ്മിൽ ആത്മീയ സംഭാഷണം നടത്തും. ഫിർ ബാബ് ദാദാ ബി സുനായെങ്കെ, പിന്നെ ഞാനും കേൾപ്പിക്കാം. അച്ഛാ ആജ് ടീച്ചേഴ്സ് ബേട്ടി ഹേ, ടീച്ചേഴ്സ് ബി ठेकेदार है, കോൺട്രാക്ട് ലിയാ ഹേ നാ. ഇന്ന് ടീച്ചേഴ്സ് ആണ് ഇരിക്കുന്നത്, ടീച്ചേഴ്സും കോൺട്രാക്ട് എടുത്തവരല്ലേ. സ്വപരിവർത്തൻ സേ വിശ്വ പരിവർത്തൻ കർണാ ഹി ഹേ, സ്വപരിവർത്തനത്തിലൂടെ വിശ്വ പരിവർത്തനം ചെയ്യുക തന്നെ വേണം. ഏസാ ബഡേ സേ ബഡാ കോൺട്രാക്ട് ലിയാ ഹേ നാ, ഇങ്ങനെ ഏറ്റവും വലിയ കോൺട്രാക്ട് എടുത്തിട്ടുണ്ടല്ലോ. ജैसे दुनिया वाले कहते हैं आप मरे मर गई दुनिया, ലോകര് പറയുന്നു നിങ്ങൾ മരിച്ച ലോകം മരിച്ചു. ആപ് നഹി മരെ തോ ദുനിയ ഭി നഹി മരി, നിങ്ങൾ മരിച്ചില്ല എങ്കിൽ ലോകവും മരിച്ചിട്ടില്ല. ऐसे ही സ്വപരിവർത്തൻ ഹി വിശ്വ പരിവർത്തൻ ഹേ, അങ്ങനെ തന്നെയാണ് സ്വപരിവർത്തനമാണ് വിശ്വപരിവർത്തനം. ബിനാ സ്വപരിവർത്തൻ കെ കോയി ഭി ആത്മാ പ്രതി കിത്തനി ഭി മെഹനത് കറോ,
സ്വപരിവർത്തനപ്പെടാതെ ഏതാത്മാവിന് വേണ്ടി പരിവർത്തനപ്പെടുത്താൻ എത്ര തന്നെ പരിശ്രമിച്ചാലും പരിവർത്തൻ നഹീ ഹോ സക്ത, പരിവർത്തനപ്പെടുകയില്ല. आजकल के समय में सिर्फ सुनने से नहीं बदलते लेकिन देखने से बदलते हैं. ഇന്നത്തെ കാലത്ത് കേട്ടത് കൊണ്ടൊന്നും ആരും പരിവർത്തനപ്പെടില്ല. നിങ്ങളെ കാണണം, നിങ്ങൾ എന്താ ചെയ്യുന്ന കണ്ടിട്ടാണ് പരിവർത്തനപ്പെടുക. മധുബൻ ഭൂമി മേ കിസി ഭി ആത്മാ കോ ക്യൂ ബദൽ ജാത്തി ഹെ. മധുബൻ ഭൂമിയിൽ വരുമ്പോൾ ഏതൊരു ആത്മാവും എങ്ങനെ പരിവർത്തനപ്പെട്ടു പോകുന്നത്? सुनाते तो सेंटर पर भी हो लेकिन यहाँ आने से स्वयं देखते हैं. സെന്ററിലാണ് അവരുടെ പരിവർത്തനത്തെ കുറിച്ച് പറയുന്നത്. പക്ഷേ മധുബനിൽ വരുമ്പോൾ കേൾക്കുന്ന, സെന്ററിലും കേൾക്കുന്നുണ്ട് കാര്യങ്ങൾ, പക്ഷെ മധുബനിൽ വരുമ്പോൾ സ്വയം ദേഖ്തേ ഹെ, സ്വയത്തെ അവർ നോക്കുന്നു. സ്വയം ദേഖ്നേക്കെ കാരണം ബദൽ ജാത്താ ഹെ, സ്വയത്തെ കാണുന്നത് കൊണ്ട് അവരിൽ പരിവർത്തനം കൊണ്ടുവരുന്നു. कई बंधन वाली माताओं के भी युगल उनके जीवन में परिवर्तन को देखकर बदल जाते हैं. ബന്ധനത്തിലുള്ള അമ്മമാരുടെ പരിവർത്തനം കണ്ടിട്ട് അവരുടെ വീട്ടിലുള്ള യുഗളും പരിവർത്തനപ്പെടുകയാണ്. ജ്ഞാൻ സുനാനെ की कोशिश करेंगे तो नहीं सुनेंगे. ജ്ഞാനം പറയാൻ ശ്രമിച്ചാൽ അവർ ജ്ഞാനം ഒന്നും കേൾക്കില്ല. लेकिन देखने से वह प्रभाव उनको भी परिवर्तन कर देता है. പക്ഷെ കാണുമ്പോഴാണ് അവരിൽ പരിവർത്തനം വരുന്നത്. इसीलिए कहा आज की दुनिया देखना चाहती है. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നത്തെ ലോകം കാണാനാണ് ആഗ്രഹിക്കുന്നത്. तो टीचर्स का यही विशेष कर्तव्य है. ടീച്ചേഴ്സിന്റെ വിശേഷമായ കർത്തവ്യമാണ് ഇത്. करके दिखाना अर्थात बदल करके दिखाना. समझ, ചെയ്ത് കാണിക്കണം, അർത്ഥം പരിവർത്തനപ്പെട്ട് കാണിക്കണം. മനസ്സിലായോ? സദാ സർവ ആത്മാവും പ്രതി പരോപകാരി. സദാ സർവ ആത്മാക്കൾക്കും പ്രതി പരോപകാരിയും. സദാ സച്ചേ ദിൽ സേ സച്ചേ രാഹക്കോ. സദാ സത്യമായ മനസ്സോടുകൂടി സത്യമായ സാഹബിനെ രാജി കർണേ വാലെ, തൃപ്തിപ്പെടുത്തുന്ന. വിശാൽ ദിമാഗ് और സച്ചി ദിൽ കാ ബാലൻസ് रखने वाले, വിശാല മനസ്സും സത്യമായ മനസ്സും വെക്കുന്ന. सदा स्वयं को विश्व परिवर्तन के निमित्त बनाने वाले, സദാ സ്വയത്തെ വിശ്വ പരിവർത്തനത്തിന് നിമിത്തമാക്കുന്ന. സ്വപരിവർത്തൻ കർണേ വാലി ശ്രേഷ്ഠ ആത്മാ. സ്വപരിവർത്തനം ചെയ്യുന്ന ശ്രേഷ്ഠ ആത്മാ. ശ്രേഷ്ഠ സേവാദാരി ആത്മാ സമജ്. ശ്രേഷ്ഠ സേവാദാരി ആത്മാവെന്ന് മനസ്സിലാക്കി ആകെ ബഡ്നെ വാലെ, മുന്നോട്ടു പോകുന്ന. ऐसे चारों ओर के विशेष बच्चों को, ഇങ്ങനെ നാനാഭാഗത്തുമുള്ള വിശേഷ മക്കൾക്ക് ബാബ് ദാദാ കാ യാദ് പ്യാർ ഓർ നമസ്തേ. ബാബ് ദാദയുടെ സ്നേഹസ്മരണകളും നമസ്തേയും. ദില്ലി ഗ്രൂപ്പ് സെ പ്രാൺ അവ്യക്ത ബാബ് ദാദാ കി മുലാഖാത്ത്. ദില്ലി ഗ്രൂപ്പിനോട് പ്രാണ അവ്യക്ത ബാബ് ദാദയുമായിട്ടുള്ള കൂടിക്കാഴ്ച. സഭി കെ ദിൽ മേ ബാബ് കാ സ്നേഹ സമായാ ഹുവാ ഹെ. എല്ലാവരുടെ മനസ്സിലും ബാബയുടെ സ്നേഹം ലയിച്ചിട്ടുണ്ടോ? സ്നേഹിനെ യഹാൻ തക് ലായാ ഹെ. സ്നേഹമാണ് നിങ്ങളെ ഇവിടം വരെ എത്തിച്ചത്. ദിൽ കാ സ്നേഹ ദിലാറാം തക് ലായാ ഹെ. മനസ്സുകൊണ്ടുള്ള സ്നേഹം ദിലാരാമനായ ബാബയിൽ വരെ എത്തിച്ചു കഴിഞ്ഞു നിങ്ങളെ. ദിൽ മേ സിവായെ ബാബ്കെ ഓർ കുച്ച് രഹ നഹീ സക്ത. മനസ്സിൽ ബാബയല്ലാതെ വേറൊന്നും ഉണ്ടാകാൻ സാധ്യം അല്ല. जब बाप ही संसार है तो बाप का दिल में रहना. ബാബയാണ് എന്റെ ലോകം എങ്കിൽ ഞാൻ ബാബയുടെ മനസ്സിലിരിക്കണം. അർത്ഥാത് ബാബ് മേ സൻസാർ സമായാ ഹുവാ ഹെ. അർത്ഥം ബാബയിലാണ് എന്റെ ലോകം മുഴുവനും. ഇസിലെ ഏക് മത് ഏക് ബൽ ഏക് ഭരോസ. അതുകൊണ്ട് ഏക മാർഗം, ഏക ബലം, ഏക ആശ്രയം. ആണോ? അങ്ങനെയാണോ? ജഹാ ഏക് ഹേ വഹാ ഹി ഹർ കാര്യമേ സഫലത ഹേ. മനസ്സിലായില്ലേ? എവിടെയാണോ ഒന്ന് എന്നുള്ളത് അവിടെ ഓരോ കാര്യത്തിലും സഫലതയാണ് ഉള്ളത്. കോയി ബി പരിസ്ഥിതി കോ പാർ കർണ സഹജ് ലഗ്താ ഹേ യാ മുഷിക്കൽ. ഏതൊരു സാഹചര്യവും തരണം ചെയ്യുക സഹജമാണോ പ്രയാസമാണോ? എന്തു പറയുന്നത്? ഏത് സാഹചര്യം തരണം ചെയ്യാൻ സഹജമാണോ പ്രയാസമാണോ? अगर दूसरों को देखा, दूसरों को याद किया तो दो में एक भी नहीं मिलेगा. മറ്റുള്ളവരെ നിങ്ങൾ കാണുന്നു, മറ്റുള്ളവരെ നിങ്ങൾ ഓർമ്മിക്കുന്നു എങ്കിൽ രണ്ടുപേരും കിട്ടില്ല. നമുക്ക് കാണുന്നവരെയും കിട്ടില്ല, ഓർമ്മിക്കുന്നവരെയും കിട്ടില്ല.
इसीलिए मुश्किल हो जाएगा. അപ്പൊ പിന്നെ പ്രയാസമാക്കും. ബാക്കി ആജ്ഞ ഹേ മുജ് ഏക് കോ യാദ് കറോ. ബാബയുടെ ആജ്ഞ എന്താണ്? എന്നെ മാത്രം ഓർമ്മിക്കൂ എന്നാണ്. अगर आज्ञा पालन करता है तो आज्ञाकारी बच्चों को बाप की दुआएं मिलती हैं. ആജ്ഞ പാലിക്കുകയാണെങ്കിൽ ആജ്ഞാകാരിയായ മക്കൾക്ക് ബാബയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കും. और सब सहज हो जाता है. അപ്പൊ പിന്നെ എല്ലാം സഹജമായി മാറും. अगर बापी आज्ञा को पालन नहीं किया तो ബാബയുടെ ആജ്ഞ പാലിച്ചില്ല എങ്കിൽ ബാക്കി മദത് വ ദുആയെ നഹി മിൽത്തി. ബാബയുടെ സഹായമോ ബാബയുടെ അനുഗ്രഹമോ ലഭിക്കില്ല. ഇസിലിയെ മുഷിക്കൽ ഹോ ജാത്താ ഹൈ. അതുകൊണ്ട് ബുദ്ധിമുട്ടായി അനുഭവപ്പെടും. तो सदा आज्ञाकारी होना. അപ്പൊ സദാ ആജ്ഞാകാരികളാണല്ലോ. लौकिक संबंध में भी आज्ञाकारी बच्चे पर कितना स्नेह होता है. ലൗകിക സംബന്ധത്തിലും ആജ്ഞാകാരി മക്കളിൽ എന്തുമാത്രം സ്നേഹമാണെന്നറിയാമോ? വഹേ അല്പകാൽ കാ സ്നേഹ. അനുസരണയുള്ള കുട്ടികളോട് സ്നേഹമുണ്ടല്ലോ, പക്ഷെ അത് അല്പകാല സ്നേഹമാ. और ये है अविनाशी स्नेह. പക്ഷെ ബാബ ആത്മാവിനെ സ്നേഹിക്കുന്നു. പരമാത്മാവ് അവിനാശി, ആത്മാവ് അവിനാശി. അതുകൊണ്ട് ഈ സ്നേഹവും അവിനാശിയാണ്. एक जन्म की दुआएं अनेक जन्म साथ रहेगी. ഈ ഒരു ജന്മത്തെ അനുഗ്രഹമുണ്ടല്ലോ, അനേക ജന്മം നിങ്ങളെ കൂടെ ഉണ്ടാകും. तो अविनाशी दुआओं के पात्र बन गए हो. അതുകൊണ്ട് അവിനാശിയായ ആശീർവാദത്തിന് നിങ്ങൾ പാത്രമായി. अपनी यह जीवन मोठी लगती है. നിങ്ങൾക്ക് ഈ ജീവിതം മീഠി ലഗ്തി ഹെ, മധുരമായി തോന്നുന്നുണ്ടോ? കിത്നി ശ്രേഷ്ഠ और कितनी प्यारी जीवन है. ഈ ജീവിതം എത്ര ശ്രേഷ്ഠ ജീവിതമാണ്. ഈ ജീവിതം എത്ര സ്നേഹം നിറഞ്ഞ ജീവിതമാണ്. ബ്രാഹ്മൺ ജീവൻ ഹേ തോ പ്യാരി ഹേ. ബ്രാഹ്മണ ജീവിതം ഇഷ്ടമുള്ള ജീവിതമാണ്. ബ്രാഹ്മൺ ജീവൻ നഹി തോ പ്യാരി നഹി ലഗേഗി. ജീവിതം ബ്രാഹ്മണ ജീവിതം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. കാരണം പല പല ചിന്തകളല്ലേ. ലൗകികത്തിലുള്ളവരുടെ ചിന്തകൾ നോക്കണേ. ആദ്യം നെഗറ്റീവാ പറയാം, ആദ്യം പ്രയാസമാ എടുത്ത് പറയാം, എളുപ്പമുള്ളതൊന്നും പറയില്ല. ഇപ്പൊ മറ്റുള്ളവരുടെ മനസ്സിനെയും ഭാരമാക്കും, മറ്റുള്ളവരുടെ മനസ്സിനെയും ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റും. അതുകൊണ്ട് ബാബ പറയാണ്, ബ്രാഹ്മണ ജീവിതമാണ് ഇഷ്ടമുള്ള ജീവിതം. ലേക്കിൻ പരേശാനി കി ജീവൻ പ്യാരി നഹി ലഗേഗി. ഈ ജീവിതം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ എന്താണ്? പരേശാനി ജീവൻ ലഗേഗി. ഇതൊരു അസ്വസ്ഥതയാണ് ഈ ജീവിതം എന്നേ തോന്നുള്ളൂ. तो प्यारी जीवन है या थक जाते हो. അതുകൊണ്ട് ഈ ജീവിതം ഇഷ്ടപ്പെട്ടോ അതോ ക്ഷീണിച്ചു പോയോ, മടുത്തുപോയോ? എന്ത് പറയുന്നു? എവിടെയാണേലും ജീവിക്കണം. അതിനേക്കാളും ഭേദം ഇതല്ലേ? ബാബയുടെ കൂടെ, ബ്രാഹ്മണ പരിവാരത്തിന്റെ കൂടെ ജ്ഞാന യോഗ ധാരണ സേവയിലൂടെ നടക്കുന്നതാണല്ലോ നല്ലത്. അപ്പൊ ബാബ ചോദിക്കാണ്, ഈ ജീവിതം ഇഷ്ടപ്പെട്ടോ അതോ മടുത്തുപോയോ, ക്ഷീണിച്ചു പോയോ? സോച്തേ ഹോ സംഘം കബ് തക്ക് ചലേഗ. എത്ര നാളായി ഇനി സംഘം എന്ന് ചിന്തിക്കുന്നുണ്ടോ? शरीर नहीं चलते, सेवा नहीं कर सकते, इसमें परेशान तो नहीं होते. ശരീരം എനിക്ക് സഹകരിക്കുന്നില്ല, സേവനമൊന്നും നടക്കുന്നില്ല എന്ന് നിങ്ങൾ അസ്വസ്ഥരാകുന്നുണ്ടോ? यह संगम की जीवन सर्व जन्मों से श्रेष्ठ है. സംഗം യുഗത്തിലെ ജീവിതം സർവ്വജന്മങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. പ്രാപ്തി की जीवन ये है. ഇതാണ് പ്രാപ്തിയുടെ ജീവിതം. फिर भी प्रॉब्लम्स भोगने की जीवन है, कम होने की जीवन है. फिर भी प्रारब्ध भोगने की जीवन है, कम होने की जीवन है. പ്രാപ്തി അനുഭവിക്കുന്ന ജീവിതമാണ് ഇത്. അബി ഭർനെ കി ഹെ. ഇനിയിപ്പോ നിറയ്ക്കേണ്ട ജീവിതമാണ്. 16 കല സമ്പന്ന അഭിബന്ധ. ഇപ്പോഴാണ് നിങ്ങൾ 16 കല സമ്പന്നമാകുന്നത്. 16 കല അർത്ഥാത് ഫുൾ. 16 കല അർത്ഥം ഫുള്ളാണ്. കഴിഞ്ഞ മുരളിയിലും ബാബ പറഞ്ഞായിരുന്നല്ലോ. यह जीवन अति प्यारी है. അനുഭവ ऐसा അനുഭവ होता है ना. ഈ ജീവിതം വളരെ 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 പ്രിയപ്പെട്ട ജീവിതമാണെന്ന് അനുഭവമാകുന്നുണ്ടല്ലോ. യാ കബി ജീവൻ സെ തംഗ് ഹോത്തേ ഹോ. ബാബ വീണ്ടും ചോദിക്കാണ്, അതോ ഈ ജീവിതം കൊണ്ട് നിങ്ങൾ മടുത്തോ? തംഗ് ഹോക്കർ യഹ നഹി സോച്തേ കി അബി തോ ചലേ. മടുത്തിട്ട് പറയോ ഇനി അങ്ങ് മുന്നോട്ട് പോകാം എന്ന് പറയുന്നുണ്ടോ? ബാപ് അഗർ സേവാ കെ പ്രതി ലേ ജാത്താ ഹെ ഓർ ബാത് ഹെ, ലേക്കിൻ തംഗ് ഹോക്കർ നഹി ജാന. വേറെ സേവനത്തിന് വേണ്ടി ബാബ ആത്മാവിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ അത് കാര്യം വേറെ. മടുത്തിട്ട് നമ്മൾ ഈ ദേഹത്തുനിന്ന് ലോകത്തുനിന്ന് പോവരുത്. അഡ്വാൻസ് പാർട്ടി മേ സേവ കാ പാർട്ട് ഹേ. അഡ്വാൻസ് പാർട്ടിയില് സേവനത്തിന് പാർട്ടുണ്ട്.
और ड्रामा अनुसार गए तो परेशान होकर नहीं जाएंगे, शान से जाएंगे. ഡ്രാമ അനുസരിച്ച് ഈ ശരീരം വിട്ട് ഞാൻ പോകണമെങ്കിൽ അഭിമാനത്തോടുകൂടി പോകുക, അസ്വസ്ഥരായിട്ട് പോകരുത്. സേവ അർത്ഥ ജാ രഹേ, സേവനാർത്ഥവാ നിങ്ങൾ പോകുന്നത്. तो कभी भी बच्चों से वह अपने आप से तंग नहीं होना. അതുകൊണ്ട് ഒരിക്കലും മക്കളോടോ സ്വയത്തോടോ അസ്വസ്ഥരാകരുത്. മാതായെ കഭി ബച്ചോ സെ തംഗ് നഹി ഹോത്തി ഹെ. അമ്മമാരെ, മക്കളോട് എപ്പോഴെങ്കിലും നിങ്ങൾ അസ്വസ്ഥരാകുന്നുണ്ടോ? ഉണ്ടോ അമ്മമാര്? जब है ही तमो गुणी तत्वों से पैदा हुए हैं. ബാബയുടെ മുന്നിൽ ഇല്ല ഇല്ല എന്നൊക്കെ ചിരിച്ചു പറയും, പക്ഷെ സത്യസന്ധമായിട്ട് ഉള്ളിൽ പരിശോധിച്ചിട്ട് പറയണം മക്കളോട് അസ്വസ്ഥരാകുന്നുണ്ടോ. അതിന് ബാബ പരിഹാരവും തരുന്നുണ്ട്. തമോ ഗുണ തത്വങ്ങളാൽ ജനിച്ച മക്കളാണ്. ക്യാ സതോപ്രധാനിക, അവരെന്ത് സതോപ്രധാനം കാണിക്കാനാണ്? യഹബി വഹബി പരവശ, അവരും പരവശരാണേ. ആപ് ബി ബാക്കി ആജ്ഞയെ കബി കബി ഭൂത്ത് ജാത്തെ ഹോ നാ. നിങ്ങളും ചിലപ്പോഴൊക്കെ ബാബയുടെ ആജ്ഞ മറന്നു പോകാറില്ലേ? तो जब आप भूल कर सकते हो तो बच्चे में भूल की तो क्या हुआ. നിങ്ങളെ തെറ്റ് ചെയ്യുന്നെങ്കിൽ മക്കള് തെറ്റേതാ ഇപ്പൊ എന്തോ വിഷയം അതില്? जब नाम ही बच्चे कहते हैं तो बच्चे माना ही क्या. മക്കള് എന്ന് പറയുമ്പോൾ മക്കൾ എന്ന് വെച്ചാൽ എന്താണ്? चाहे बड़े हो लेकिन उस समय वह भी बच्चे बन जाते. അത് ശരീരം കൊണ്ട് വലുതായിരിക്കാം, പക്ഷെ തെറ്റ് ചെയ്യുമ്പോൾ അവരൊരു കുട്ടിയാണ്. അർത്ഥാത് ബേസമജ് ബൻ ജാത്തെ, വിവേകമില്ലാത്തവരായി മാറുകയാണ്. इसीलिए कभी भी दूसरों को परेशानी देख खुद परेशान नहीं होना. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരുടെ അസ്വസ്ഥതകൾ കണ്ട് സ്വയം അസ്വസ്ഥരാകരുത്. വഹ കിത്നാ ഭി പരേശാൻ കറേ, അവരെന്തന്നെ നമ്മളെ അസ്വസ്ഥരാക്കട്ടെ. ആപ് ഷാൻ സെ ക്യൂ ഉത്തർത്തേ ഹോ, നിങ്ങൾ നിങ്ങളുടെ വിലയിലും നിലയിലും ഇരിക്കൂ, അതിൽ നിന്നും എന്തിനാണ് ഇറങ്ങുന്നത്? കംജോറി ആക്കി ഹേ ബച്ചോं की, ബലഹീനത നിങ്ങളുടേതാണോ അതോ മക്കളുടേതാണോ? ये तो बहादुर, वह तो बहादुर हो गए जो आपकी शान से उतार देते हैं और परेशान कर देते हैं. നിങ്ങളെ നിങ്ങളുടെ വിലയിൽ നിന്നും നിലയിൽ നിന്നും ഇറക്കി അസ്വസ്ഥരാക്കുക, അതിൽ അവരെന്താണ്? ബഹാദൂറാണ്, ധൈര്യശാലിയാണ്. तो कभी भी स्वप्न में भी परेशान नहीं होना. അർത്ഥാത് സ്വപ്നത്തിൽ പോലും നിങ്ങൾ അസ്വസ്ഥരാകരുത്. അർത്ഥം ശ്രേഷ്ഠ शान से परे नहीं होना, ശ്രേഷ്ഠമായ വിലയിൽ നിന്നും നിലയിൽ നിന്നും ഇറങ്ങരുത്. അപ്നെ ഷാൻ കി കുർസി പർ ബൈഠന നഹി ആത്താ ഹെ, നിങ്ങൾക്ക് നിങ്ങളുടെ വിലയിലും നിലയിലിരിക്കാൻ അറിയില്ലേ? तो आज से परेशान नहीं होना. അതുകൊണ്ട് ഇന്നു മുതൽ അസ്വസ്ഥരാകരുത്. ചാഹെ ബിമാരി സെ ചാഹെ ബച്ചോं से, അത് മക്കളിലാകട്ടെ, ശരീരത്തിന്റെ രോഗങ്ങളിലാകട്ടെ, ചാഹെ അപ്നെ സംസ്കാരോं से या औरों से, തന്റെ സംസ്കാരത്തിനോടാകട്ടെ അതോ മറ്റുള്ളവരോടാകട്ടെ. औरों से भी परेशान हो जाता है ना, മറ്റുള്ളവരുമായിട്ട് അസ്വസ്ഥരാകുന്നുണ്ടല്ലോ. കൈ कहते हैं सब ठीक है, एक ही ऐसा, എല്ലാം ഓക്കെയാണ്, ഇതൊന്നു മാത്രമേ ഇങ്ങനെയുള്ളൂ. ജിസെ പരേശാൻ ഹോ ജാത്ത, അതിലൂടെയാണ് ഞാൻ അസ്വസ്ഥമാകുന്നത്. तो परेशान करने वाला बहादुर नहीं बनो, आप बहादुर बनो. ആരാണോ നമ്മളെ അസ്വസ്ഥരാക്കുന്നത് അവരല്ല ധൈര്യശാലിയാകേണ്ടത്, നിങ്ങളാകേണ്ടത്. നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കൂ. चाहे एक हो चाहे 10 हो, लेकिन मैं मास्टर सर्वशक्तिवान हूँ, कमजोर नहीं. നമ്മളെ അസ്വസ്ഥമാക്കുന്നവര് ഒരാളായിക്കോട്ടെ അതോ 10 ആളായിക്കോട്ടെ, ഞാൻ ആരാ? മാസ്റ്റർ സർവശക്തിവാനാണ്. ഓക്കെ, ബലഹീനൻ അല്ല. तो यही वरदान सदा स्मृति में रखना. അതുകൊണ്ട് ഈ വരദാനം, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ് എന്ന വരദാനം സ്മൃതിയിൽ വെക്കൂ. हम सदा अपने श्रेष्ठ शान में रहने वाले हैं. ഞാൻ സദാ ശ്രേഷ്ഠമായ വിലയിലും നിലയിലും ഇരിക്കുന്ന ആളാണ്. പരേശാൻ ഹോനെ വാലെ നഹി, ഞാൻ അസ്വസ്ഥമാകുന്നവൻ അല്ല. ഓരോ കോ ഭി പരേശാനി മിഠാനെ വാലെ ഹേ, മറ്റുള്ളവരുടെയും അസ്വസ്ഥതകൾ മായ്ക്കുന്ന ആളാണ് ഞാൻ. സദാ ഷാൻ കെ തഖ്ത് നശീൻ ഹേ, സദാ വിലയിലും നിലയിലും ഇരിക്കുന്ന ശ്രേഷ്ഠ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആളാണ് ഞാൻ. ദേക്കോ ആജ്കൽ തോ കുർസി ഹേ, ആപ്കോ തോ തഖ്ത് ഹേ. ഇന്നത്തെ കാലത്ത് കസേരയാണുള്ളത്, പക്ഷെ നിങ്ങൾക്കോ സിംഹാസനമാണ്. വഹ കുർസി കെ പീछे മർത്തെ ഹേ, ആപ് തോ തഖ്ത് മിലാ ഹേ. ലോകര് കസേരയുടെ പുറകെ ഓടുക, പക്ഷെ നിങ്ങൾക്ക് സിംഹാസനം കിട്ടിക്കഴിഞ്ഞു. സിംഹാസനം അർത്ഥം സിംഹസനത്തിന്റെ പുറത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. സിംഹമാരാ? ധൈര്യശാലിയ സിംഹം.
तो अकाल तख्त नशीन श्रेष्ठ शान में रहने वाले കാലൻ കൊണ്ടുപോകാത്ത ശ്രേഷ്ഠ ആസനത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന ബാബ്ക്കെ ദിൽ തഖ്ത് നശീൻ ആത്മാ ഹേ, ബാബയുടെ ഹൃദയ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആത്മാവാണ്. ഇസി ഷാൻ മേ രഹന, ഈ ഒരു വിലയിലും നിലയിലും ഇരിക്കണം. तो सदा खुश रहना और खुशी बांटना, അതുകൊണ്ട് സദാ ഖുഷിയോടിരിക്കൂ, ഖുഷി വിതരണം ചെയ്യൂ. അച്ഛാ, ദില്ലി ഫൗണ്ടേഷൻ ഹേ സേവാ കാ, ഡൽഹിയാണ് സേവനത്തിന്റെ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ കച്ചാ ഹുവാ തോ സബി കച്ചേ ഹോ ജായേഗാ. ഫൗണ്ടേഷൻ ഉറപ്പല്ല എങ്കിൽ എല്ലാം ഇളകാൻ തുടങ്ങും. ഇസിലിയെ സദാ പക്കേ രഹന, അതുകൊണ്ട് സദാ പക്കാവായിട്ടിരിക്കും. അച്ഛാ, वारंगल ग्रुप, अपने को सदा डबल लाइट അനുഭവം करते हो? സ്വയത്തെ സദാ ഡബിൾ ലൈറ്റ് ആണ് എന്ന് അനുഭവം ചെയ്യുന്നുണ്ടോ? जो डबल लाइट है उस आत्मा में माइट, ആരാണോ ഡബിൾ ലൈറ്റ് ആ ആത്മാവിൽ മൈറ്റ് അർത്ഥാത് ബാക്കി ശക്തിയാ സാത്ത് ഹേ, ബാബയുടെ ശക്തിയുണ്ട് കൂടെ. तो डबल लाइट भी हो और माइट भी हो, डबിൾ ലൈറ്റുമാണ് മൈറ്റുമാണ്. समय पर शक्तियों को यूज कर सकते हो? സമയത്തിന് ശക്തിയെ ഉപയോഗിക്കാൻ പറ്റുമോ? या समय निकल जाता है पीछे याद आता है, സമയം കഴിഞ്ഞ ശേഷമാണോ ശക്തികൾ ഓർമ്മ വരുന്നത്? क्योंकि अपने पास कितनी भी चीजें हैं, നിങ്ങളുടെ കയ്യിൽ എത്ര തന്നെ സാധനം ഉണ്ടായിക്കോട്ടെ, अगर समय पर यूज नहीं किया तो क्या कहेंगे? സമയത്തിന് ആ സാധനങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് പറയണം? जिस समय जिस शक्ति की आवश्यकता हो उस समय उस शक्ति को യൂസ് कर सके, ആ സമയത്ത് ആ ശക്തി ഉപയോഗിക്കാൻ കഴിയണം. ഇസി ബാത് കാ അഭ്യാസ് ആവശ്യക് ഹേ, ഈ വിഷയത്തിന്റെ അഭ്യാസം ആവശ്യമാണ്. കൈ ബച്ച कहते हैं മായ ആ ഗയി ക്യൂ ആയി. ചില കുട്ടികൾ പറയുന്നു മായ വന്നു. എന്തേ മായ വന്നത്? പരഖ്നെ കി ശക്തി യൂസ് നഹി കി തബ് തോ ആ ഗയി, തിരിച്ചറിയാനുള്ള ശക്തി ഉപയോഗിച്ചില്ല, അതുകൊണ്ടാണ് മായ വന്നത്. अगर दूर से ही परख लो മായ ആ रही है, ദൂരെ തന്നെ തിരിച്ചറിയൂ മായ വന്നോണ്ടിരിക്കുകയാണ്. तो दूर से ही भगा देंगे ना, അപ്പൊ ദൂരെനെ ഓടിച്ചു വിടുമില്ലോ. മായ ആ ഗയി, ആനെ കാ ചാൻസ് ദേ ദിയാ തബ് തോ ആയി, മായ വന്നു, വരാനുള്ള അവസരം കൊടുത്തു, അതുകൊണ്ടല്ലേ മായ വന്നത്. दूर से भगा देते तो आती नहीं, ദൂരെനെ ഓടിച്ചു വിടുകയാണെങ്കിൽ അത് വരില്ലല്ലോ. बार बार अगर മായ आती है, ഇടയ്ക്കിടയ്ക്ക് മായ വരുന്നു എങ്കിൽ, और फिर युद्ध करके उसको भगाते हो, പിന്നെ യുദ്ധം ചെയ്ത് അതിനെ ഓടിക്കുന്നു, तो युद्ध के संस्कार आ जाएंगे. അപ്പൊ നിങ്ങളിൽ എന്ത് സംസ്കാരമായിരിക്കും ഉണ്ടാവുക? യുദ്ധത്തിന്റെ സംസ്കാരം. अगर बहुत का युद्ध के संस्कार होगा तो ചന്ദ്രവംശി में आना पड़ेगा. ദീർഘകാലം യുദ്ധത്തിന്റെ സംസ്കാരമാണ് എങ്കിൽ ചന്ദ്രവംശിയിൽ വരേണ്ടതായി വരും. सूर्यवंशी अर्थात बहुत काल के विजयी, सूर्यवंशी अर्थम दीर्घ काल विजयी, और चंद्रवंशी माना युद्ध करते करते कभी विजयी. चंद्रवंशी अर्थम युद्धम ചെയ്ത് ചെയ്ത് ചിലപ്പോൾ വിജയി, कभी कभी युद्ध में मेहनत करने वाले, ചില സമയത്തൊക്കെ യുദ്ധം ചെയ്യുന്ന പരിശ്രമിക്കുന്നവർ എന്ന്. तो सभी सूर्यवंशी होना, എല്ലാരും സൂര്യവംശി അല്ലേ? സ്വയം ചെക്ക് ചെയ്യൂ, സ്വയം മറുപടി കൊടുക്കൂ. ചന്ദ്രമാ കോ ഭി റോഷ്നി ദേനെ വാല സൂര്യ ഹെ, ചന്ദ്രന് പോലും പ്രകാശം കൊടുക്കുന്നത് സൂര്യനാണ്. तो नंबर 1 सूर्य कहेंगे ना, അപ്പൊ നിങ്ങളെ നമ്പർ 1 സൂര്യൻ എന്നല്ലേ പറയണ്ടേ? ചന്ദ്രവംശി 2 കല കം ഹെ, ചന്ദ്രവംശിക്ക് 2 കല കുറവാണ്. 16 കല അർത്ഥാത് ഫുൾ പാസ്, 16 കല അർത്ഥം ഫുൾ പാസ്. कभी भी मनसा में वाणी में या संबंध संपर्क में, ഒരിക്കലും മനസ്സുകൊണ്ടാകട്ടെ വാക്കുകൊണ്ടാകട്ടെ സംബന്ധ സമ്പർക്കത്തിലാകട്ടെ, സംസ്കാരമേ ഫെയിൽ ഹോനെ വാല നഹി, സംസ്കാരത്തിലും തോറ്റുപോകുന്നവർ അല്ല. ഇസ്കോ कहते हैं സൂര്യവംശി, ഇതിനെയാണ് പറയുക സൂര്യവംശി. ऐसे सूर्यवंशी हो, അങ്ങനെയുള്ള സൂര്യവംശികളാണോ? अपने पुरुषार्थ से अच्छा, सभी अपने पुरुषार्थ से संतुष्ट हैं. ശരി, എല്ലാവരും തന്റെ പുരുഷാർത്ഥത്തിൽ തൃപ്തരാണോ? സബി സബ്ജക്ട് മേ ഫുൾ പാസ് ഹോന, എല്ലാ സബ്ജക്റ്റിലും ഫുൾ പാസ് ആകണം. ഇസ്കോ कहते हैं अपने पुरुषार्थ से संतुष्ट, ഇതിനെയാണ് പറയുക തന്റെ പുരുഷാർത്ഥത്തിൽ സന്തുഷ്ടം എന്ന്. ഏതിനെ?
എല്ലാ സബ്ജക്റ്റിലും ഫുൾ പാസ് ആകുന്നതിന്. ഇസ് വിധി സെ അപ്നെ കോ ചെക്ക് കറോ. ഈ വിധിയിലൂടെ സ്വയത്തെ സ്വയം പരിശോധിക്കൂ. യഹി യാദ് രഖ്നാ ഹെ മേ ഉഡ്തി കലാ മേ ജാനെ വാല ഉഡ്താ പഞ്ചി ഹൂ. ഞാൻ പറക്കുന്ന കലയിൽ പോകുന്ന പറക്കുന്ന പക്ഷിയാണ് എന്ന് ഓർമ്മിച്ചോളൂ. നീച്ചെ ഫൻസ്നെ വാല നഹി. ഒന്നിലും താഴെ കുടുങ്ങുന്ന ആത്മാവല്ല ഞാന്. യഹി വരദാന ഹെ. ഇതാണ് വരദാനം. अच्छा मीठे मीठे सिखिलदे बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. वरदानम. सदा अतीन्द्र सुख की अनुभूति करने वाले, സദാ അതീന്ദ്ര സുഖത്തിന്റെ അനുഭവം ചെയ്യുന്ന, അടൽ അഖണ്ഡ സ്വരാജ്യ അധികാരി ഭവ. ഉറപ്പുള്ള അഖണ്ഡമായ സ്വരാജ്യ അധികാരിയാകൂ. जो बच्चे संगम युग पर അതീന്ദ്ര സുഖ का वर्षा सदा काल के लिए प्राप्त कर लेते हैं. ഏത് മക്കളാണോ സംഗമ യുഗത്തിൽ അതീന്ദ്ര സുഖത്തിന്റെ വരദാനം സദാകാലത്തേക്ക് പ്രാപ്തമാക്കുന്നത്, അർത്ഥാത് जिनका बाप के विल पर पूरा अधिकार होता है. ആർക്കാണോ ബാബയുടെ വില്ലിൽ പൂർണ്ണ അധികാരമുള്ളത്, വേ വിൽ പവർ വാലേ ഹോത്തേ ഹെ. അവർ വിൽ പവർ ഉള്ളവരാണ്. ഉന്നെ അട്ടൂട്ട് അടൽ അതീന്ദ്ര സുഖ की അനുഭൂതി ഹോത്തി ഹെ. അവർക്ക് ഉറപ്പുള്ള ഇളകാത്ത അതീന്ദ്ര സുഖത്തിന്റെ അനുഭവം ഉണ്ടാകും. ऐसे वारिस अर्थात संपूर्ण वर्षे के अधिकारी ही. ഇങ്ങനെയുള്ള അവകാശി അർത്ഥം സമ്പൂർണ്ണ ആസ്തിയുടെ അധികാരികളാണ്. भविष्य में अटल अखंड स्वराज्य का अधिकार प्राप्त करते हैं. ഭാവിയിൽ ഉറപ്പുള്ള ഇളകാത്ത അഖണ്ഡമായ സ്വരാജ്യത്തിന്റെ അധികാരം പ്രാപ്തമാക്കുക. എന്ത് ചെയ്യണം? നമ്മള് അതീന്ദ്ര സുഖത്തിന്റെ അനുഭവം ചെയ്യുന്ന സ്വരാജ്യ അധികാരിയാകണം. ഉറപ്പുള്ള അഖണ്ഡമായ. സ്ലോഗൻ. ജഹാ മേരാപ്പൻ ആത്താ ഹെ വഹാ ബുദ്ധി കാ ഫേരാ ഹോ ജാത്താ ഹെ. എവിടെ എന്റെ എന്നത് വരുന്നോ അവിടെ ബുദ്ധി അലയുകയാണ്. ബുദ്ധി അലച്ചലാണ്. പിന്നെ അലയുമ്പോ പിന്നെ ക്ഷീണിക്കുവല്ലേ ചെയ്യുന്നേ. അതുകൊണ്ട് എല്ലാം നിന്റെ നിന്റെ ബാബ നിന്റെ, ഞാനും നിന്റെ, എല്ലാം നിന്റെ. സ്വമാനം. ഞാൻ ആത്മാവ് സ്വരാജ്യ അധികാരിയാണ്. അതുകൊണ്ട് സത്യമായ മനസ്സ്, ബുദ്ധി, വിശാല ബുദ്ധി, മനസ്സ്, ഇതിന്റെയൊക്കെ ബാബ വിശദീകരണം തന്നു. സത്യമായ മനസ്സുള്ളവരിലാണ് ബാബ എന്താകുന്നത്? മനസ്സ് ബാബ തൃപ്തനാകുന്ന. സച്ചേ ദിൽ പർ സാഹേബ് രാജി. അവര് സേവ ചെയ്യുന്നതിലും ബാബ പറഞ്ഞു, വിശാലം ബുദ്ധിയുള്ളവർ സേവ ചെയ്യുമ്പോൾ ബുദ്ധിയിൽ പോയി തട്ടും, മനസ്സുള്ളവർ സേവ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിൽ പോയി തട്ടും. ഫസ്റ്റ് ഗ്രൂപ്പ് അങ്ങനെയാണ് ചെയ്തത്. അവർക്ക് ഭാഷ അറിയില്ലായിരുന്നു, പ്രഭാഷണത്തിന്റെ രീതി അറിയില്ലായിരുന്നു, കഥ അറിയില്ലായിരുന്നു. എങ്കിലും ഫസ്റ്റ് ഗ്രൂപ്പിന്റെ സേവനം എങ്ങനത്തെ ആയിരുന്നു? ഉള്ളുകൊണ്ടുള്ള സേവനായിരുന്നു. ഓം ശാന്തി.